ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പൊട്ടറ്റോ റെസിപ്പിയാണ്. വളരെ വ്യത്യസ്തമായ ഒരു പൊട്ടറ്റോ റെസിപ്പിയാണ്. നമ്മൾ ഫ്രൈസ് ഒക്കെ ചെയ്യുന്ന പോലെ നമുക്ക് വെഡ്ജസ് പൊട്ടറ്റോ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തൊലി കളയാതെ പൊട്ടറ്റോ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം. നമുക്കൊന്ന് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട്, ഒരു പുതിയ സ്ക്രബ്ബർ വെച്ചിട്ട്, പഴയത് നമ്മൾ പാത്രം കഴുകുന്നൊന്നും ഉപയോഗിക്കരുത്. പുതിയൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമുക്കൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരച്ച് കഴുകാം. ഞാനിപ്പോൾ അതെല്ലാം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് പകുതിയാക്കാതെ ഇനി ഇതേപോലെ നമുക്ക് ഈ ഷേപ്പാണ് വെഡ്ജസിന് കിട്ടേണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്യണം. ഇതേപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാനിതെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളത് ഒന്ന് വെള്ളത്തിലൊന്ന് വാട്ടിക്കോ, നമ്മൾ തിളച്ച വെള്ളത്തിലൊന്ന് വാട്ടിക്കോരുവാൻ പോണ്. അപ്പോൾ ഒരു അല്പം ഉപ്പിട്ടേക്കുക. നമ്മൾ വാട്ടിക്കോരുന്ന സമയത്ത് ഒരു അല്പം ഉപ്പിട്ടേക്കുക. നമുക്ക് കൂടുതൽ നേരമൊന്നും വെള്ളത്തിലിടണ്ട. നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഒരു 2 മിനിറ്റ് ഇടാം. നമുക്ക് അപ്പോൾ തന്നെ അത് കോരി എടുത്തിട്ട് ബാക്കി ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ ഒരു വലിയ പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പേപ്പറോ ഒരു തുണിയുടെ ഒരു ടവലോ വെച്ചിട്ട് നമുക്കിതൊന്ന് ആ വെള്ളം ഒന്ന് ഒപ്പി കളയാം. നമുക്കൊന്ന് പാട്രൈ ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 100 ഗ്രാം ഫ്ലോറാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 100 ഗ്രാം മൈദ ഓൾ പർപ്പസ് ഫ്ലോർ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. പിന്നെ ഒരു ടീസ്പൂൺ നമുക്ക് ചില്ലി പൗഡറാണ്. അത് പപ്പരിക്ക, നമുക്ക് ഹോട്ട് ചില്ലി വേണ്ട, നമുക്ക് പപ്പരിക്ക മാത്രമേ നമുക്ക് കളർ കിട്ടാൻ ജസ്റ്റ് ഒരു ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം കുരുമുളക് പൊടി. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാനകത്ത് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്ക് ചേർക്കാം. പിന്നെ നമുക്കൊരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. സോൾട്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊരു വലിയ പാത്രം അല്ലാത്തതുകൊണ്ട് നമുക്കൊരു പകുതി എടുത്ത് മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ ലാസ്റ്റ് ബാച്ചാണ്. ഇപ്പോൾ ഈ പാകമാകുമ്പോഴേക്കും നമുക്കത് വെളിച്ചെണ്ണ കോരി എടുക്കാം കേട്ടോ. നമ്മളെല്ലാം വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ റെഡിയാണത്. അപ്പോൾ അതിനു മുമ്പ് ഒരു നുള്ളു ഉപ്പ് നമുക്ക് ഇതിൻ്റെ മേളിലൊന്ന് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും അതിന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.